ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സുഗതകുമാരി ടീച്ചർ അറിയാത്ത ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഞാൻ ആ ടീച്ചറുടെ കൂടെ വേദി പങ്കെടുത്ത ആളാണ്. VM സുധീരന്റെ കൂടെ കഴിഞ്ഞ മാസങ്ങളിൽ പോലും തിരുവനന്തപുരത്ത് മദ്യനിരോധന സമിതി സംഘടിപ്പിച്ച പരിപാടി സുധീരൻ സാറിന്റെ നേതൃത്വത്തിൽ സുഗതകുമാരി ടീച്ചറായിരുന്നു ഉദ്ഘാടനം. അതിലൊരു പ്രഭാഷകനായിരുന്നു ഈ ഉള്ളവൻ. സുഗതകുമാരി ടീച്ചറും ഞാനും ബഹ്റൈനിലും മസ്കത്തിലും പോയിട്ടുണ്ട്. ഞങ്ങളുടെ യാത്ര സാമൂഹിക വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഞങ്ങളുടെ യാത്ര. ഈ സുഗതകുമാരി ടീച്ചർക്ക് തിരുവനന്തപുരത്ത് അഭയം എന്ന് പറയുന്ന ഒരു അഭയ കേന്ദ്രമുണ്ട്. അഭയം എന്ന് പറയുന്ന ഒരു അഭയ കേന്ദ്രം മലപ്പുറം ജില്ലങ്ങൾക്കറിയാം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. മലപ്പുറം ജില്ലയിലെ ആയിഷ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു ഹൈന്ദവ കുടുംബത്തിലെ പയ്യനായിട്ട് പ്രേമത്തിൽ. നല്ലോണം ചിന്തിക്കണം കേട്ടോ എല്ലാവരും. ഹൈന്ദവ കുടുംബത്തിലൊരു പയ്യനുമായി ആയിഷ മോൾക്ക് പ്രേമം മാത്രമല്ല, അവള് ഗർഭിണിയായി. ഹൈന്ദവ കുടുംബത്തിലെ പയ്യനിൽ നിന്ന് അവൾ ഗർഭം ധരിച്ചു. വലിയ പ്രശ്നമുണ്ടായി മലപ്പുറം ജില്ലയിൽ. ആ കുട്ടി ആട്ടി ഓടിക്കപ്പെട്ടു. ആ ഹൈന്ദവ ചെറുപ്പക്കാരൻ എവിടെയോ പോയി രക്ഷപ്പെട്ടു. വലിയ പ്രശ്നം ഉണ്ടായി അവിടെ. പക്ഷെ ഈ കുട്ടി ഈ ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചില്ല. താൻ പ്രേമിച്ച ഹിന്ദു പയ്യന്റെ ബീജം അവൾ പേറി. 10 മാസം അങ്ങനെ അവൾക്ക് രക്ഷയില്ലാതായപ്പോ, ആരും സ്വീകരിക്കാനില്ലാതായപ്പോ, അവൾ സുഗതകുമാരി ടീച്ചറുടെ അഭയത്തിന്റെ അഡ്രസ്സ് തേടി കണ്ടുപിടിച്ച് തിരുവനന്തപുരത്തെത്തി. എല്ലാവരും കേൾക്കുക, ഞാൻ നിങ്ങളോട് ആരെയും വെറുത്തവനല്ല, നിങ്ങൾക്ക് എന്നോടും വെറുപ്പുണ്ടാകരുത്. പക്ഷേ വസ്തുതകളായി പഠിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള കാലത്ത് സ്നേഹിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ തീവ്രവാദമുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഭീകരവാദമുണ്ടെങ്കിൽ, അലിവും മാർദ്ദതയും അനുകമ്പയും നമുക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ, ശത്രുതയും വിദ്വേഷവുമാണ് നമ്മുടെ ഹൃദയത്തിൽ തിളയ്ക്കുന്നതെങ്കിൽ നമുക്കിനി ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തിരുവനന്തപുരത്തെ KSRTC ബസ് സ്റ്റാൻഡിൽ അവൾ ചെന്നിറങ്ങി. ആ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ ഒരുപാട് ഓട്ടോ ഡ്രൈവർമാർ നിൽക്കുന്നുണ്ട്. അഡ്രസ്സ് കാണിച്ച് അവൾ ചോദിച്ചു, എന്നെ ഇവിടെ ഒന്ന് എത്തിച്ചേരുമോ? പൂർണ്ണ ഗർഭിണിയായി മെലിഞ്ഞുണങ്ങി മുഖഭാവമൊക്കെ ഒട്ടിയൊരു പെണ്ണിനോട് ഒട്ടുമിക്ക ആളുകൾക്കും കാരുണ്യം തോന്നിയില്ല. ഒരു ഓട്ടോ ഡ്രൈവർ, ഹിന്ദുവായ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു, മോളെ ഈ അഡ്രസ് എനിക്കറിയാം, ഞാൻ കൊണ്ടാക്കാം. ആയിഷ മോളെയും കൊണ്ട് ഹൈന്ദവ സഹോദരന്റെ ഓട്ടോറിക്ഷ അഭയത്തെ ലക്ഷ്യം വെച്ച് യാത്രയായി. അഭയയിലെത്തി. ടീച്ചറുടെ ഡോറിന് മുട്ടി തുറന്ന് ടീച്ചർ പുറത്തു വന്നു. ആയിഷ മോൾ ടീച്ചറെ കണ്ടതും ചിലത് പറയാൻ ശ്രമിച്ചതും അവൾ ബോധം കെട്ട് വീണതും ഒന്നിച്ചായി. അവളെ ഗർഭപാത്രത്തിലെ ബ്ലീഡിംഗ് ഉണ്ടായി അവൾക്ക്. ടീച്ചർ ആകെ അസ്വസ്ഥമായി. ടീച്ചർ ഓടി ഈ കുട്ടിയെ എടുത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. പ്രഗത്ഭയായ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർമാർ പറഞ്ഞു, ഈ കുട്ടി മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇവൾക്ക് റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ആവശ്യമുണ്ട്. ഇവൾ ഇന്ന ബ്ലഡ്കാരിയാണ്, നെഗറ്റീവ് ബ്ലഡാണ് ഉള്ളത്. ഈ ബ്ലഡ് ആരെടുത്തുണ്ട്? ടീച്ചർ ആകെ ഭയപ്പെട്ടു, ഓടി. പല ആളുകളെയും ഇവർ അറിയിച്ചു. ഒരു ഓട്ടോ ഡ്രൈവർ അർദ്ധരാത്രിയിൽ ഓടിക്കതച്ചു വന്ന് പറഞ്ഞു, ഒരു പള്ളിയിൽ അച്ഛന് ഈ ബ്ലഡ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. സുഗതകുമാരി ടീച്ചർ എന്ന ഹൈന്ദവ സഹോദരി ഓടുകയാണ്. ഈ പള്ളിയിൽ അച്ഛനെ ലക്ഷ്യം വെച്ച് ഓടുകയാണ്. ഈ പള്ളിയിൽ അച്ഛനെ ലക്ഷ്യം വെച്ചോടി ആ പള്ളിയിൽ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഡോറിന് മുട്ടി. ടീച്ചറെ കണ്ടപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത്, ടീച്ചറെ എന്താ ഈ പാതിരാത്രി? അപ്പൊ ടീച്ചർ പറയാണ്, അച്ചോ ക്ഷമിക്കണം രാത്രി വിളിച്ചുണർത്തിയതിന്. അച്ചോ, എന്റെ മോൾ ആയിഷ, ടീച്ചറുടെ പ്രയോഗമാണ് ഞാൻ പറയുന്നത്, എന്റെ ആയിഷക്ക് അങ്ങുന്നിന്റെ ബ്ലഡ് വേണം അച്ചോ, എന്റെ ആയിഷക്ക് അങ്ങുന്നിന്റെ ബ്ലഡ് വേണം. ആരാ പറയണത്? സുഗതകുമാരി ടീച്ചർ എന്ന ഹൈന്ദവ സഹോദരി. എന്റെ ആയിഷ മോൾക്ക് അച്ചോ നിങ്ങളുടെ ബ്ലഡ് വേണം. ഇത് കേട്ടപ്പോൾ പള്ളിയിലച്ഛന്റെ മുഖം ആകെ മ്ലാനമായി. പള്ളിയിലച്ഛൻ പറഞ്ഞു, ടീച്ചറെ ക്ഷമിക്കണം, 10 ദിവസം മുമ്പ് ഞാൻ എൻ്റെ ബ്ലഡ് കൊടുത്തു. 3 മാസം കഴിയാതെ എൻ്റെ ബ്ലഡ് ഡോക്ടർമാർ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ബ്ലഡ് അവരെടുക്കുമെങ്കിൽ എൻ്റെ ആയിഷ മോൾ രക്ഷപ്പെട്ട് ഞാൻ വരാറ്. അങ്ങനെ ആ പള്ളിയിലച്ഛൻ ഹോസ്പിറ്റലിൽ എത്തി. ഡോക്ടറോട് പറഞ്ഞു, 10 ദിവസം മുമ്പ് എൻ്റെ ബ്ലഡ് എടുത്തിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു, സാരല്ല, ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനല്ലേ, നിങ്ങൾക്ക് നല്ല ക്ഷീണം ഉണ്ടാവും, മരിച്ചുപോവില്ല, പക്ഷെ കുറെ ദിവസം എഴുന്നേക്കാൻ പറ്റാത്ത വിധത്തിൽ കിടക്കേണ്ടി വരും. കാരണം 10 ദിവസം മുമ്പ് ബ്ലഡ് എടുത്താൽ. അപ്പൊ ആ പള്ളിയിലച്ഛന്റെ ചോദ്യം, ഞാൻ മരിക്കുവോ? ഇല്ലല്ലോ. എന്റെ ബ്ലഡ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ആയിഷ മോള് മരിക്കുവോ? ആയിഷ മോള് മരിക്കും. എങ്കിൽ അമാന്തിച്ചു നിൽക്കാതെ ഡോക്ടറെ, നിങ്ങൾ എന്റെ ബ്ലഡ് എടുത്താൽ മോളെ ശരീരത്തിൽ കയറ്റാൻ പറഞ്ഞു. അങ്ങനെ ആ ക്രിസ്ത്യാനിയുടെ ബ്ലഡ് മലപ്പുറത്തുകാരിയായ ആയിഷയുടെ ശരീരത്തിൽ കയറി. ആയിഷ സുഖമായി പ്രസവിച്ചു.
പക്ഷേ ഇരട്ട കുട്ടികൾ രണ്ടുപേരും മരിച്ചുപോയി. ആയിഷമോൾ അബോധാവസ്ഥയിലായി. ആയിഷമോളുടെ മുമ്പിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ കണ്ണിൽ എണ്ണയൊഴിച്ച് സുഗതകുമാരി ടീച്ചർ അവിടെ കാത്തിരുന്നു. ആയിഷമോളുടെ കണ്ണുകൾ മണിക്കൂറുകൾ പിന്നിട്ടപ്പോ അരയാലില പോലെ അവരെ സ്പന്ദനം ചെയ്തു. ആയിഷമോളുടെ കണ്ണിന്റെ കൃഷ്ണമണി ചലിക്കാൻ തുടങ്ങി. ആയിഷമോളുടെ കണ്ണ് ഉരുളാൻ തുടങ്ങി. ആയിഷമോളുടെ പിരികൻ ചലിക്കാൻ തുടങ്ങി. ആയിഷമോളുടെ അടഞ്ഞ കണ്ണുകൾ തുറന്നു. ആദ്യം കണ്ട മുഖം തനിക്ക് ജന്മം നൽകിയ ഉമ്മയുടെ മുഖമല്ല, തന്റെ ജീവൻ രക്ഷിച്ച ഹിന്ദുവായ സുഗതകുമാരി ടീച്ചറുടെ ആ മകൾ രക്ഷപ്പെട്ടത് ക്രിസ്ത്യാനിയായ പള്ളിയിലച്ഛന്റെ ബ്ലഡിലൂടെ. ആ മകളെ രക്ഷപ്പെടുത്തിയത് ആയിഷ എന്ന മുസ്ലിമെ രക്ഷപ്പെടുത്തിയത് സുഗതകുമാരി ടീച്ചർ. ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യ, ഇതാണ് ഇന്ത്യ, ഇത് മാത്രമാണ് ഇന്ത്യ. ഇതാണ് നമ്മുടെ ഇന്ത്യ, ഇതാണ് നമ്മുടെ ഇന്ത്യ, ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇനി എന്താ ഞാൻ